നമസ്കാരം. വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മനസാക്ഷിയുടെ മനുഷ്യർക്കൊക്കെ വേദന ഉണ്ടാവാറുണ്ട്. കാരണം ആ കുട്ടികൾ ഇനി വളർന്ന് പന്തലിച്ച് നമ്മുടെ മന്ത്രിമാരും MLA-മാരും IAS-കാരും ഒക്കെ മാറേണ്ടവരാണ്. എന്തിനാണ് കുട്ടികളോട് സമരം ചെയ്യുന്നതിന്റെ പേരിൽ ഇത്രയും ക്രൂരത കാണിക്കുന്നത് എന്ന് നമ്മൾ സ്വാഭാവികമായും ചോദിക്കും. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനമെന്ന് പിണറായി വിജയൻ ഓമന പേരിട്ട് വിളിച്ചപ്പോഴും ജനഹൃദയം ആ കുട്ടികൾക്കൊപ്പം നിന്നതും പിണറായിയെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയതും. അതുകൊണ്ടാണ് കഴുത്തുളുക്കിന്റെ പേരിൽ മന്ത്രി വീണ ജോർജ് പാവപ്പെട്ട കുട്ടികളെ ജയിലിൽ അടച്ചപ്പോൾ ജനവികാരം വീണയ്ക്കെതിരായത്. അതുകൊണ്ടാണ് വിമാനം റാഞ്ചാൻ ശ്രമിച്ചു, വിമാനത്തിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കുട്ടികളെ മർദ്ദിച്ച് അവശരാക്കി ജയിലിൽ അടച്ചപ്പോൾ പിണറായിയോടും പിണറായിയുടെ പോലീസിനോടും ജനങ്ങൾക്ക് വിരോധം തോന്നിയത്. എന്നാൽ SFI-ക്കാർ ആക്രമിക്കപ്പെടുമ്പോൾ, അവരുടെ മേൽ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ, അവരെ ലാത്തിചാർജ് നടത്തി ഓടിക്കുമ്പോൾ ജനത്തിന് ഒരു സഹതാപവുമില്ല. കാരണം കഴിഞ്ഞ 10 വർഷം സമരം എന്തെന്നറിയാതെ സമരം ചെയ്യുന്ന മനുഷ്യരെ ചുടുകട്ട കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലി രസിച്ച SFI കൂട്ടങ്ങൾ, ഭരണത്തിന്റെ തണലിൽ ലഹരി കച്ചവടം നടത്തി നമ്മുടെ സമൂഹത്തിൽ അരാജകത്വം വിതച്ച SFI-ക്കാർ, പോലീസുകാരെ പോലും വഴിയിലിട്ട് വളഞ്ഞിട്ട് തല്ലി കൈക്കരുത്ത് തീർത്ത SFI-ക്കാർ, അവർ തല്ലുകൊള്ളുമ്പോൾ ജനത്തിന് യാതൊരു സഹതാപവുമില്ല എന്ന് മാത്രമല്ല അവർക്ക് തെല്ലൊരു ആഹ്ലാദവും ഉണ്ടാവുന്നു. ഇന്നലെ രാത്രിയിൽ പാളയത്ത് SFI-ക്കാരെ എടുത്തിട്ട് ചാർത്തിയപ്പോൾ അവിടെ രക്ഷകനായി എത്തിയ AA റഹീമിന് പോലും ജലപീരങ്കിയിൽ പരിക്കേറ്റപ്പോൾ സോഷ്യൽ മീഡിയ ആഹ്ലാദിക്കുന്നത് വെറുതെയല്ല. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി പരിസരത്താണ് SFI-ക്കാരും KSU-ക്കാരും തമ്മിൽ സംഘർഷം തുടങ്ങുന്നത്. ആഹ്ലാദ പ്രകടനം നടത്തിയ SFI-ക്കാർ KSU-ക്കാരുടെ മാത്രമല്ല കോൺഗ്രസ് പാർട്ടി നേതാക്കളുടെയും ഫ്ലെക്സുകൾ വലിച്ചു കീറിയിടത്താണ് KSU-ക്കാർ രംഗത്തിറങ്ങുന്നത്. ഇരുകൂട്ടരും തമ്മിലുള്ള സംഘർഷം നഗരത്തിലേക്ക് പടരുന്നു. പാളയം മുതൽ സെക്രട്ടേറിയറ്റ് വരെ വ്യാപിക്കുകയാണ് ഈ സംഘർഷം. കഴിഞ്ഞ 10 വർഷമായി സമരം ചെയ്യാൻ അവസരം കിട്ടാതിരിക്കുന്ന SFI-ക്കാർ ആവേശത്തോടുകൂടി രംഗത്തിറങ്ങി. കാട്ടിക്കൂട്ടാവുന്ന വൃത്തികേടുകളെല്ലാം അവർ കൂട്ടി. പോലീസ് അവർക്ക് മേൽ ജലപീരങ്കി പ്രയോഗിച്ചു, ഒന്നിലധികം തവണ കണ്ണീർവാതകം പ്രയോഗിച്ചു. എന്നിട്ടും അവർ പിരിയാതിരുന്നപ്പോൾ പോലീസ് തലങ്കനം വിലങ്ങനെ തല്ലി ഓടിച്ചു. രക്ഷകനായി ഓടിയെത്തിയ രാജ്യസഭാംഗം കൂടിയായ DYFI നേതാവ് AA റഹീം ഒരു അധ്യാപികയുടെ തലമുടി വലിച്ചു പറിക്കുകയും ചെവിയിൽ തെറി പറയുകയും ചെയ്തതിന്റെ പേരിൽ രാജ്യസഭാംഗം കിട്ടിയത് കൊണ്ട് തന്നെ SFI-ക്കാർക്ക് കുഴപ്പം വരുമ്പോൾ കൂടെ നിൽക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഓടിയെത്തിയതാണ് റഹീം. എന്നിട്ട് റഹീം കുട്ടികളോട് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചെങ്കിലും കാര്യമായി ഏറ്റില്ല. തല്ലുന്നേ കൊല്ലുന്നേ തല്ലി കൊല്ലുന്നേ എന്നൊക്കെ അതിദയനീയമായി SFI-ക്കാർ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടപ്പോൾ ആർക്കാണ് ലജ്ജ തോന്നാത്തത്? ഇങ്ങോട്ട് വാടാ, നിന്നെ തീർക്കുമെന്ന് പറഞ്ഞവരാണ് അവർ. SFI-ക്കാരെ തൊട്ടാൽ അവന്റെ കയ്യും കാലും എല്ലാം വെട്ടുമെന്ന് പറഞ്ഞവരാണ്. ഇപ്പോൾ അവരിതാ തല്ലുന്നേ കൊല്ലുന്നേ കയ്യും കാലും വെട്ടുന്നേ എന്ന് പറഞ്ഞ് ദീന വിലാപം നടത്തുന്നു. സ്വാഭാവികമായും ജനങ്ങൾ ആഹ്ലാദിക്കും. SFI നേതാവ് ശിവപ്രസാദ് തല്ലേറ്റ് കൈയൊടിഞ്ഞു കിടക്കുന്ന ചിത്രം ഏറ്റവും അധികം സോഷ്യൽ മീഡിയ ട്രോളിനിരയായി. പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷും പാർട്ടി നേതാവ് MV ജയരാജനും ഒക്കെ ശിവപ്രസാദിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് കിടക്കുന്ന ആ ചിത്രം ബൈജു സ്വാമി ഇങ്ങനെ എഴുതി: ഇനി 5 കൊല്ലം നിനക്ക് കണ്ടകശനിയാണ്. അടികൊണ്ട് കിടപ്പാകാനുള്ള ആശുപത്രിവാസ യോഗം ആയുർരേഖയുടെ മധ്യത്തിൽ തന്നെ കാണുന്നുണ്ട്. ജയരാജൻ ജോൽസിനും മൂത്ത മഷിനോട്ട വിദഗ്ധനായ അപ്പം ഗോവിന്ദ പണിക്കരും. ഇത്തരത്തിൽ ധാരാളം പോസ്റ്റുകളുണ്ട്. അഞ്ജു പാർവതി പ്രവീഷ് എഴുതി: തിരുവനന്തപുരം മൊത്തം അപ്പിയിട്ട് നാറ്റിക്കാനുള്ള ഗൊറില്ല പോരാട്ടത്തിന്റെ സൈറൻ ആണല്ലേ ആ കേൾക്കുന്നത് വിജയ. അതേ ദാസ, ഇനി നമുക്ക് മാളങ്ങളിൽ നിന്ന് മെല്ലെ പുറത്തിറങ്ങാം. ഡബിൾ ഹിക്ക പഠിപ്പിച്ച തൊഴപ്പൻ പണിയുമായി ബുൾബുൾ കുഞ്ഞുങ്ങളെ പോരാട്ടം നടക്കണം. എന്നിട്ട് നമുക്ക് തന്നെ മുൻകൈയെടുത്ത് 1-2 രക്തസാക്ഷി കുഞ്ഞുങ്ങളെ അടവെച്ച് വിരിക്കണം. ശേഷം അവരുടെ പേരിൽ രക്തസാക്ഷി ഫണ്ട്, ബക്കറ്റ് പിരിവ്, കക്കൽ മുക്കൽ ആൻഡ് നക്കൽസ്. ആലോചിക്കുമ്പോൾ തന്നെ കുളിര് വരുന്നു. അഞ്ചു മറ്റൊരു കുറിപ്പ് കൂടി എഴുതിയിരുന്നു. AA റഹീമിന്റെ ഇടപെടലിനെ കുറിച്ച് ഇങ്ങനെ എഴുതി: പോലീസ് വരുന്നത് കണ്ട് സ്വന്തം ആസനം ലാത്തി കൊണ്ട് പൊളിഞ്ഞ് അടരാതിരിക്കാൻ 4 പാടും ചിതറിയോടിയ എത്തപ്പൈ കുഞ്ഞുങ്ങളെ തെരഞ്ഞുപിടിച്ച് നടുറോഡിലിരുത്തി അറഞ്ചം പുറഞ്ചം തല്ലു വാങ്ങിക്കൊടുത്ത ഡബിൾ എഞ്ചിൻ ഹിക്കയാണ് ഈ പ്രസ്ഥാനത്തിന് ഐശ്വര്യം. എന്റെ പൊന്നു ബുൾബുൾ പൈതങ്ങളെ, നിങ്ങൾ ഈ ഹിക്ക പറയുന്നത് കേട്ട് കൊടിയും പിടിച്ച് സമരത്തിനിറങ്ങിയാൽ കേസും കൂട്ടവും ഒഴിഞ്ഞ് നേരം ഉണ്ടാവില്ല കേട്ടോ. ഇനി ഒടുക്കം വല്ലച്ചാതി തുണ്ടുവെച്ച് ഡിഗ്രി പാസ്സായാൽ കൂടി ദായി ഹിക്കാനെ പോലെ കേന്യു എന്ന് പറയാൻ മാത്രമേ പഠിക്കൂ. അതിനുള്ള കപ്പാസിറ്റിയെ കാണൂ. ക്യാന്യു ഇംഗ്ലീഷും മറ്റേ ബുൾബുൾ പ്രസിഡന്റ് പറയുന്ന ശുക്ലപതാകയും മലയാളവുമായിട്ട് ജോലി അന്വേഷിച്ചിറങ്ങിൽ ഒരു പിണ്ണാക്കം കിട്ടില്ല. ഒടുക്കം ഗുൽമോഹൻ ചോട്ടിലെ ചേച്ചി പെണ്ണുങ്ങളുടെ ചോന്ന ദിനങ്ങളുടെ കണക്കുമെടുത്ത് ഗഞ്ചാ പച്ചിലയും പുകച്ച് നാട്ടിനും വീട്ടിനും ഗുണമില്ലാതെ ഒരു ഗതിയും പരഗതിയുമില്ലാതെ ചൊറിയ കുത്തി നടക്കാം. ഹിക്കായ്ക്ക് ആണ്ട് 365 ദിവസവും എയറിൽ പോകാൻ തക്ക ആംബിയർ ഉണ്ട്. നിങ്ങൾ പിള്ളേർക്ക് സമരത്തിനിറങ്ങി ചൂരൽ കഷോയവും തല്ലു വാങ്ങി നേരെ ചൊവ്വേ അധോ വായു വിടാൻ പോലുമുള്ള ആവത് കിട്ടൂല കേട്ടോ. സംഗതി കയറി രാഹുൽ മാങ്കുട്ടവും പിടിച്ചു. SFI-ക്കാരോടാണ്. ആ റഹീം പറഞ്ഞത് തന്നെ പറയാനുള്ളൂ: അടങ്ങിയിരിക്കണം, നന്നായി രാഷ്ട്രീയം പറയുക, നന്നായി സംവദിക്കുക, നന്നായി പ്രതികരിക്കുക, നന്നായി പ്രതിഷേധിക്കുക. അല്ലാതെ നിയമം കയ്യിലെടുത്ത് പണ്ട് വിജയനുള്ള കാലത്ത് ഗുണ്ടായുസം ഇറങ്ങിയാൽ അടക്കിയിരുത്താൻ ഇവിടെ ഒരു സർക്കാരുണ്ട്. ജനങ്ങളുടെ സർക്കാർ അടങ്ങിയിരിക്കണം. ഇത്തരത്തിൽ വിമർശനങ്ങളല്ലാതെ സഹതാപം ആരോടുമില്ല. ഇതിനിടയിൽ ഒരു അടിപൊളി വീഡിയോ ഇറങ്ങി. മുൻ മന്ത്രി ബിന്ദുവിന്റെ ഉപദേശമാണ്: തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തരുത്, വഴിയിൽ തടയരുത്. ഇതൊന്നും ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ചേർന്നതല്ല എന്ന് മുൻ മന്ത്രി പറഞ്ഞത് KSU-ക്കാരെ ഉദ്ദേശിച്ചാണെങ്കിൽ ഇപ്പോൾ അത് SFI-ക്കാർക്ക് ബാധകമാവുന്നു. അന്ന് മന്ത്രി ബിന്ദു പറഞ്ഞത് ഇങ്ങനെയാണ്: ഏകപക്ഷീയമായിട്ട് വഴിയിൽ തടയുകയും ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ അപഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. തെരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിക്കാനുള്ള മനസ്സില്ലാതെ അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള സമര കോലാഹലങ്ങളിൽ ഏർപ്പെടുന്നത് ഉത്തരവാദപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.